ഹായ് ചിൽഡ്രൻ, 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് UK കുമാരന്റെ ഓരോ വിളിയും കാത്ത്. ആധുനിക മലയാള ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനാണ് UK കുമാരൻ. ഭർത്താവിന്റെ മരണത്താൽ ഒറ്റപ്പെടുന്ന ഒരു സ്ത്രീ ഹൃദയത്തിന്റെ മാനസിക വ്യാപാരങ്ങളാണ് കഥാകൃത്ത് വരച്ചു കാട്ടുന്നത്. ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾക്ക് മരണമില്ല. വ്യക്തികൾ മരിച്ചാലും ആ സ്നേഹബന്ധം എന്നു നിലനിൽക്കും. ഓരോ വിളിയും കാത്ത്. പുതിയ അവസ്ഥയുമായി അമ്മ പതുക്കെ പതുക്കെ ഇണങ്ങി വരുന്നു. അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നതായിരുന്നു മകന്റെ പേടി. ഇത്രയും കാലം അച്ഛന്റെ ഓരോ വിളിക്കു പിന്നാലെയും അമ്മ ഓടുകയായിരുന്നു. മുറിക്കകത്ത് വെച്ചോ പറമ്പിന്റെ ഏതെങ്കിലും മൂലയിൽ വെച്ചോ ആയിരിക്കും വളരെ അപ്രതീക്ഷിതമായി അച്ഛന്റെ വിളി ഉണ്ടാവുക. അതേ നിമിഷത്തിൽ അമ്മയുടെ മറുപടി ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് തുടുക്കും. അമ്മ ഒരിക്കലും അതിന് ഇട കൊടുക്കാറില്ല. അച്ഛൻ വിളിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഒരു ശബ്ദം കേട്ടാൽ മതി അതിന് മറുവിളി കൊടുക്കുക എന്നുള്ളതും അമ്മയുടെ ശീലമായി മാറിയിരിക്കുന്നു. മുൻകോപക്കാരനായ ഒരു അച്ഛനെയാണ് കഥാകൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി അച്ഛൻ എപ്പോഴും അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ ആ ഒരു വിളിക്കായി എപ്പോഴും കാതോർത്തിരിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ അച്ഛന് കോപം വരും. ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അത് അച്ഛനാണോ എന്നോർത്ത് അമ്മ വിളി കേട്ടുകൊണ്ടിരിക്കും. ഇന്ന് അച്ഛനില്ലാത്ത ആ വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമെന്നോർത്ത് മകൻ വിഷമിക്കുന്നു. എന്നാൽ ആ ഒരു സാഹചര്യം അമ്മ പതുക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങിയിരുന്നു. വിളിക്കാനും ആരുമില്ലാത്ത വീട്ടിൽ അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ മകന് നന്നേ വിഷമമുണ്ടായിരുന്നു. അച്ഛന്റെ മരണാടിയന്തിരങ്ങളും കഴിഞ്ഞ് നഗരത്തിലേക്ക് പോകുമ്പോൾ വിളിക്കാനാഞ്ഞതാണ്. അപ്പോൾ വരില്ലെന്ന് അറിയാമായിരുന്നത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല. രാത്രി വന്നു കിടക്കാൻ വേണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി മകൻ പറഞ്ഞു. അതൊന്നും സാരമില്ല, നീ പൊയ്ക്കോ, വൈകാലി ബസ് തെറ്റും. ദുഃഖം പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും അമ്മയുടെ മനസ്സ് കനത്തു കിടക്കുകയാണെന്ന് മകന് തോന്നി. ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ അമ്മ കൂടുതൽ ഗൗരവക്കാരിയായി മാറിയിരിക്കുന്നു. അച്ഛനില്ലാത്ത ആ വീട്ടിൽ ആരോടും ഒന്നും മിണ്ടാനും പറയാനുമില്ലാതെ ഒറ്റയ്ക്ക് അമ്മ താമസിക്കുന്നതിനെ കുറിച്ചോർത്ത് മകന് വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ അമ്മയെ വിളിച്ചാൽ അമ്മ വരില്ലെന്ന് അവനറിയാമായിരുന്നു. രാത്രി വന്നു കിടക്കാൻ വേണ്ടി കൂട്ടിനായി അടുത്ത വീട്ടിലെ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ അമ്മ മകനെ തന്റെ ദുഃഖം അറിയിക്കാതെ സാരമില്ല എന്ന ഒരു വാക്കിൽ ഒതുക്കുന്നു. തന്റെ ദുഃഖം പുറത്തു കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മ കൂടുതൽ ഗൗരവക്കാരിയായി നടിക്കുന്നതായി മകന് അനുഭവപ്പെടുന്നു. അച്ഛന്റെ മരണത്തോടു കൂടി വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോയതുപോലെ ഒരു നാൾ നനച്ചിരിക്കാതെ ഒരുപാട് പേർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു. അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു വീട്. ഇപ്പോൾ ഇതൊരു വീടല്ല. നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാവുന്നില്ല. വീടിന്റെ അപൂർണത അമ്മയ്ക്ക് ഒരിക്കലും സാന്ത്വനമാവുകയില്ല. ആ വീട്ടിൽ അച്ഛന്റെ സ്ഥാനം എന്തായിരുന്നുവെന്നും അച്ഛൻ ചെലുത്തിയിരുന്ന സ്വാധീനം എന്തായിരുന്നുവെന്നുമാണ് മകന്റെ ഓർമ്മകളിലൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. അച്ഛൻ എന്നത് ഒരു വ്യക്തി മാത്രമായിരുന്നില്ല, ഒരുപാട് പേർക്ക് തുല്യമായിരുന്നു. കാറ്റിൽ കരിയിലകളുടെ ശബ്ദം പോലെ അച്ഛന്റെ ശബ്ദം എപ്പോഴും അവിടെ മുഴങ്ങിക്കേട്ടിരുന്നു. ഇന്ന് അതെല്ലാം നിലച്ചിരിക്കുന്നു. ഇന്ന് അതൊരു വീടല്ല. വെണ്മയാർന്ന ചുമരുകളും നീണ്ട വരാന്തകളും വലിയ ജനലുകളും വാതിലുകളും ഒക്കെയുള്ള ഒരു നിർമ്മിതി മാത്രമാണ് ഇന്ന് ആ വീട്. ദൃഢമായ ബന്ധങ്ങൾ ഉള്ളിടത്തെ വീട് വീടാകുന്നുള്ളൂ. കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിന്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. കന്നിപ്പാടത്ത് വെയിലിന്റെ വേലിയേറ്റങ്ങളും കമുകിൻ തോട്ടങ്ങളിലൂടെ രാത്രികാലത്ത് പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചയും കിടന്നുകൊണ്ട് തന്നെ അച്ഛന് അറിയാമായിരുന്നു. കുളത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള കവുങ്ങിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു. കുന്നിൻപുറത്തുള്ള തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു. കന്നി നെല്ലിന് വേലി കേട്ടാൻ സമയമായി. വരമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു. പൊരുളില്ലാത്ത സംസാരമെന്ന് ആദ്യം തോന്നാം. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന്. കുളത്തിന് കിഴക്കുഭാഗത്തുള്ള കവുങ്ങിന് കീഴെ വാവലുകൾ കടിച്ചീമ്പിയ പഴുത്ത അടയ്ക്കകൾ ധാരാളം ചിതറിക്കിടക്കുന്നു. കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണു കിടക്കുന്നു. വേലി കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
നല്ല കാര്യപ്രാപ്തിയുള്ള ആളായിരുന്നു ഇതിലെ കഥാപാത്രമായ അച്ഛൻ. കുടുംബകാര്യത്തിൽ അദ്ദേഹം ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കൃഷിക്കാര്യത്തിലും. പറമ്പിലും വയലിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും കിടന്ന കിടപ്പിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അച്ഛൻ കിടപ്പിലായതോടുകൂടി കവുങ്ങിലെയും തെങ്ങിലെയും വയലിലെയും വിളവെടുക്കാൻ ഏറെ വൈകിയിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ടല്ല അച്ഛൻ പറയുന്നത്. ഉള്ളിൽ അദ്ദേഹത്തിനൊരു ബോധമുണ്ടായിരുന്നു തന്റെ കൃഷിയെക്കുറിച്ച്. പക്ഷെ കേൾക്കുന്നവർക്ക് അത് പൊരുളില്ലാത്ത സംസാരമാണെന്നേ തോന്നിയിരുന്നുള്ളൂ. എന്നാൽ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയായിരുന്നു എന്ന് മനസ്സിലാവും. മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്നു? ഓർക്ക് ഇതെല്ലാം കാണാൻ ഏടെയും പോണോന്നില്ല. ആടെ കിടന്നാൽ അറിയാം കാറ്റ് എങ്ങോട്ട് അടിക്കുന്നതെന്ന് ഉമ്മറക്കൊലയിലിരുന്ന് കണാരൻ പറയുന്നു. വളരെ കാലമായി പറമ്പിലെ കിളപ്പണിയും വയലിലെ ഉഴുത്തും നടത്തുന്നത് കണാരനാണ്. അച്ഛന് അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്നതും അയാൾ തന്നെ. കിടന്നിടത്ത് നിന്ന് അച്ഛൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അമ്മ മറുപടി നൽകും, നിർദ്ദേശങ്ങൾ അനുസരിക്കും. എങ്കിലും ചോദ്യവും നിർദ്ദേശവും അസഹ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കാറുണ്ട്. അച്ഛനോടല്ല, സ്വന്തം വ്യാകുലതകൾ ഒന്നുറക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഭവം. എപ്പോഴെങ്കിലും അമ്മയുടെ മറുപടിക്ക് അല്പം കാലതാമസം ഉണ്ടായാൽ അച്ഛൻ പറയാൻ തുടങ്ങും, ഇനിയിപ്പോ എന്നെക്കൊണ്ടൊന്നും വയ്യാന്ന് നിനക്ക് തോന്നി അല്ലേ? ആയിക്കോ ആയിക്കോ, ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അതോർത്താ മതി. കിടന്നിടത്ത് നിന്ന് വയലിലെയും പറമ്പിലെയും എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അച്ഛന്റെ ആ കഴിവിനെ കുറിച്ചോർത്ത് മകന് അത്ഭുതം തോന്നി. എന്നാൽ പറമ്പിലെയും വയലിലെയും പണിക്കാരനായ കണാരന് അതിലൊട്ടും അത്ഭുതം തോന്നിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് കാലങ്ങളായി ആ അച്ഛനെ അറിയാം. കൃഷിപ്പണിയിൽ അദ്ദേഹത്തിനുള്ള ജ്ഞാനത്തെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും കണാരന് അറിയാമായിരുന്നു. കിടപ്പിലായപ്പോഴും അച്ഛൻ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും പല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. എങ്കിലും അമ്മ അതെല്ലാം അനുസരിക്കുമായിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കുന്നതായി കാണാം. അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല അമ്മ പൊട്ടിത്തെറിക്കുന്നത്, തന്റെ പരിഭവങ്ങളൊക്കെ പറയാനൊരാളില്ലല്ലോ എന്നോർത്തുള്ള പൊട്ടിത്തെറിയാണത്. വിളി കേൾക്കാൻ അമ്മ അല്പം താമസിച്ചു പോയാൽ അപ്പോൾ തുടങ്ങുമായിരുന്നു അച്ഛന്റെ പരിഭവം. താൻ കിടപ്പിലായതുകൊണ്ട് തന്നെ ഭാര്യ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി തുടങ്ങി. എങ്കിലും കുടുംബത്തിന് വേണ്ടി തനിക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കൃതാർത്ഥത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഒരു പരിഭവത്തിലൂടെ അയാൾ തന്റെ ഭാര്യയെ അറിയിക്കും. കണ്ണു കാണാതായിട്ടും നടക്കാൻ പറ്റാതായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ കാര്യം. അത്ര വിഷമം തോന്നിയാലേ അമ്മ മറുത്തു പറയൂ. അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാവും. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാവണം അച്ഛൻ പരിഭവത്തിന് കെട്ടഴിക്കുന്നതെന്നും മകന് തോന്നിയിരുന്നു. അമ്മയ്ക്കും പ്രായമേറെയായിരിക്കുന്നു. ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും അവർക്കുമുണ്ട്. എങ്കിലും അച്ഛൻ വിളിക്കുന്നിടത്തെല്ലാം തക്ക സമയത്ത് തന്നെ അവർ ഓടിയെത്തുമായിരുന്നു. അമ്മ എന്തെങ്കിലും പറയുന്നത് കേൾക്കാനാവാം അച്ഛൻ ഇടയ്ക്ക് ഈ പരിഭവങ്ങളൊക്കെ പറയുന്നത്. വല്ലാതെ വിഷമം തോന്നുമ്പോൾ മാത്രമേ അമ്മ അച്ഛനോട് എന്തെങ്കിലും മറുത്തു പറയാറുള്ളൂ. അമ്മ ശബ്ദമുയർത്തിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാവുമായിരുന്നു. സ്നേഹം കൊണ്ടുള്ള പരിഭവങ്ങൾ മാത്രമേ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്ഛൻ പോയതോടുകൂടി വല്ലപ്പോഴും ഒന്ന് കടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. തിമിരപ്പടർപ്പുകൾ നിറഞ്ഞ കണ്ണുകൾ ചിമ്മാതെ ഉറക്കമൊഴിക്കാൻ ഇനി ആരാണുള്ളതെന്ന നിരാശാബോധം അമ്മയിൽ. തേഞ്ഞു തീർന്ന കാൽമുട്ടുകളിലെ വേദനയും താങ്ങി മുറിയിലൂടെ അച്ചാലും മുച്ചാലും നടക്കേണ്ടതില്ലല്ലോ എന്ന ഖിന്നതയും അമ്മയിലുണ്ട്. അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അച്ഛനോട് കടുപ്പിച്ച് സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു. കാൽമുട്ടുകളിൽ വേദന ഉണ്ടായിരുന്നെങ്കിലും അച്ഛന് വേണ്ടി ഓടിച്ചാടി നടക്കാൻ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളുവായിരുന്നു. തിമിരം ബാധിച്ച ആ കണ്ണുകൾ അടയ്ക്കാതെ അച്ഛനു വേണ്ടി അവർ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പോയതോടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതായി. അത് അവരിൽ വല്ലാതൊരു വിഷമം നിറയ്ക്കുന്നു. അച്ഛനില്ലാത്ത മുറി അമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അച്ഛന്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഏതവസ്ഥയിലും അമ്മ ചെറുപ്പത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി പൊടുന്നനെ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ. വീടിന്റെ നിശബ്ദതയിൽ തനിച്ചാവുമ്പോൾ അമ്മയുടെ മനസ്സ് ഇനിയും മുന്നോട്ടു പോകും. ജലബാധിച്ച സമയത്തെക്കുറിച്ച് അമ്മ ഓർക്കും. ഏകാന്തതയുടെ തുരുത്തുകൾ അമ്മയ്ക്ക് ഒരിക്കലും വിശ്രാന്തിയുടെ ഇടവേളയാകാറില്ല. അതുകൊണ്ടാണ് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരിക്കൽ മകൻ അമ്മയെ വിളിച്ചത്. അച്ഛന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ അമ്മ പ്രായത്തെക്കുറിച്ച് ഓർത്തിരുന്നില്ല. ഒരു ചെറുപ്പക്കാരിയെ പോലെ അവർ ഓടിച്ചാടി നടക്കുമായിരുന്നു. അച്ഛനില്ലാതായതോടുകൂടി അമ്മ പെട്ടെന്ന് വൃദ്ധയായതുപോലെ.
അമ്മയ്ക്ക് ഇനി വെറുതെ ഇരിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. പക്ഷേ അമ്മയ്ക്ക് അതൊരു ആശ്വാസമാവുന്നില്ല. ആ ഏകാന്തത അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മകൻ അമ്മയെ നഗരത്തിലേക്ക് വിളിച്ചത്. ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക? അതോർത്തിഞ്ഞ് വിഷമിക്കേണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ. എനിക്കൊരു സമാധാനം വേണ്ടേ? എല്ലാ ആഴ്ചയും ഇത്ര ദൂരം യാത്ര ചെയ്ത് ഞാൻ കൂടി പോയാൽ വീടും പറമ്പും ഒക്കെ ആരാ നോക്കുക? അച്ഛൻ ഇതൊക്കെ എങ്ങനെയാ നോക്കിയിരുന്നതെന്ന് നിനക്കറിയാലോ. അതൊക്കെ ശരിയാണ്. അമ്മയ്ക്ക് വയ്യാതെ കിടന്നാൽ പിന്നെ ആരാ ഇതൊക്കെ നോക്കുക? വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. എന്നാൽ ചീത്തയാവില്ല. മറ്റെല്ലാം കണാരനെ ഏൽപ്പിക്കാം. ഓൻ അത് നന്നായി നോക്കുകയും ചെയ്യും. ഏതായാലും ബാബു കഴിയട്ടെ. അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നതിലുള്ള ദുഃഖം മകൻ അമ്മയെ അറിയിച്ചു. എന്നാൽ താൻ തനിച്ചല്ല എന്നാണ് അമ്മ മറുപടി പറയുന്നത്. പ്രായമായ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന പേടിയാണ് മകന്. അതുകൊണ്ട് ഓരോ ആഴ്ചയിലും അത്രയും ദൂരം യാത്ര ചെയ്തു വരാനുള്ള ബുദ്ധിമുട്ട് മകൻ അമ്മയെ അറിയിച്ചു. അച്ഛൻ നല്ല രീതിയിൽ കൊണ്ടു നടന്ന വീടും പറമ്പുമാണ്. അത് ഇട്ടേച്ചു പോകുന്നതിൽ അമ്മ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. അത് നോക്കി നടത്താൻ വേണ്ടിയാണ് അമ്മ അവിടെ തന്നെ നിന്നോളാം എന്ന് പറയുന്നത്. എന്നാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി വയ്യാതെ കിടക്കുകയാണെങ്കിൽ പിന്നെ ആരിതൊക്കെ നോക്കുമെന്ന മകന്റെ ചോദ്യത്തിന് മുമ്പിൽ അമ്മ സമ്മതിക്കുന്നു. വീട് വാടകയ്ക്ക് കൊടുക്കാമെന്നും ബാക്കിയെല്ലാം കണാരനെ ഏൽപ്പിക്കാമെന്നും മകൻ പറയുമ്പോൾ അമ്മ അതിന് സമ്മതം മൂളുന്നു. ബാബു കഴിഞ്ഞ് നഗരത്തിലേക്ക് തിരിക്കുമ്പോൾ അമ്മയും കൂടെ വരാമെന്ന് ഏറെക്കുറെ സമ്മതിച്ചു. ബാവിന്റെ അന്ന് കാലത്ത് ബലിയുണ്ട്. അത് കഴിഞ്ഞ് രാത്രി കൊടുക്ക, പരേതാത്മാക്കളുടെ വിശപ്പും ദാഹവും അടക്കാൻ വേണ്ടിയുള്ള ക്രിയ. തെക്കേ മുറിയിൽ നിരത്തി വെച്ചിട്ടുള്ള പീഠങ്ങൾക്ക് മുകളിൽ നാക്കിലകൾ, അതിൽ പലഹാരങ്ങൾ നിറയ്ക്കുന്നു. തട്ടടുത്ത് മൂടി ചെത്തിയിട്ടുള്ള ഇളനീരും. മരിച്ചവർക്ക് ദാഹജലമായി ഇളനീർ മാത്രമേ മുറിയിൽ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി കൂടി അമ്മ മുറിയിൽ എത്തിച്ചു. അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയാ, അമ്മ ഓർമ്മപ്പെടുത്തി. ബാവു കഴിഞ്ഞ് മകന്റെ കൂടെ വരാമെന്ന് അമ്മ സമ്മതിച്ചു. ബാവിന്റെ അന്ന് ബലിയുണ്ട്. അത് കഴിഞ്ഞ് പരേതാത്മാക്കൾക്കുള്ള ക്രിയകളുണ്ട്. മരിച്ചവർക്ക് ദാഹജലമായി ഇളനീർ മാത്രമാണ് മുറിയിൽ വയ്ക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അമ്മ ഇളനീരിന്റെ കൂടെ കാപ്പിയും വയ്ക്കാൻ മകനോട് പറഞ്ഞു. അച്ഛന്റെ ഇഷ്ടം അതായിരുന്നു അത്രേ. അച്ഛന്റെ മരണശേഷവും അച്ഛന്റെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാൻ അമ്മ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. കൊടുത്തു കഴിഞ്ഞ പലഹാരങ്ങൾ പുറത്തേക്കെടുത്ത് അമ്മ ഉമ്മറത്ത് വിളമ്പി. കണാരന് പുറമെ അയൽക്കാരായ ചാത്തു അച്ഛനും അമ്പവും കുറുപ്പും ഉണ്ടായിരുന്നു കഴിക്കുവാൻ. അച്ഛനുള്ളപ്പോഴും ഇവരെ വിളിക്കുമായിരുന്നു. പാതി പൊളിഞ്ഞു നിൽക്കുന്ന മൂടുമാറ്റി ഇളനീർ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അമ്മ പറഞ്ഞു, കാലത്തെ ബസ്സിന് തന്നെ ഞാള് പോവും. എല്ലാവരുടെയും ഒരു കണ്ണ് ഇങ്ങോട്ടൊന്നും ഉണ്ടാകണേ. നല്ല ആൾക്കാരാരെങ്കിലും വന്നാൽ വീട് വാടകയ്ക്ക് കൊടുക്കാനാ വിചാരിക്കുന്നത്. അതുവരെ കണാരൻ നോക്കട്ടെ. കൊയ്യാനുള്ള സമയമായാല് കളം കെട്ടാനും മറക്കണ്ട. അന്നേരം ഞാൻ വരാം. നഗരത്തിലേക്ക് വരുന്നതിൽ അമ്മ മാനസികമായി തയ്യാറെടുത്തു കാണുന്നതിൽ മകന് സന്തോഷം തോന്നി. അതുവരെ അതായിരുന്നു പേടി. നിർബന്ധിച്ച് അമ്മയെ ഒരിക്കലും നഗരത്തിലേക്ക് വിളിക്കരുത്. വിളിച്ചാൽ വരുമായിരിക്കും, പക്ഷേ തിരിച്ചു പോകേണ്ട ചിന്തയിലായിരിക്കും എന്നും അമ്മ. ബാബിന്റെ ചടങ്ങിന് വന്ന അയൽക്കാരോട് അമ്മ താൻ നഗരത്തിലേക്ക് മകനോടൊപ്പം പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. വീട്ടുകാര്യങ്ങളും കൃഷിക്കാര്യങ്ങളും എല്ലാം നോക്കി നടത്താൻ അവരെ ഏൽപ്പിച്ചു. അതോടുകൂടി മകന് മനസ്സിലായി അമ്മ തന്റെ കൂടെ വരാൻ മാനസികമായി തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന്. മകൻ അതിൽ സന്തോഷം തോന്നി. താൻ വിളിച്ചാൽ അമ്മ വരുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ അമ്മയെ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ അവൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം അവിടെ എത്തിയാലും അച്ഛനെ കുറിച്ചും വീടിനെ കുറിച്ചുമായിരിക്കും അമ്മയുടെ ചിന്ത. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകേണ്ടി വരുമെന്ന അവസ്ഥ വരും. അത് മകന് ബുദ്ധിമുട്ടാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അമ്മയെ നിർബന്ധിക്കാതെ അവൻ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് കരുതിയത്. എന്നാൽ ഇന്ന് അമ്മ വളരെയധികം സന്തോഷത്തിലാണ്. മകന്റെ കൂടെ വരാൻ അവർക്ക് സമ്മതവുമായിരിക്കുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നഗരത്തിലെ വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു അമ്മ. കുട്ടിയുടെ കരച്ചിൽ അപ്പോഴേക്കും മാറിയിരുന്നു. അവിടെ ഏതോ മരക്കൊമ്പിലിരുന്ന് കൂമൻ മൂളിക്കൊണ്ടിരിക്കുന്നു. അതിന് മറുപടി എന്നോണം മറ്റെങ്ങോ അതേ തരത്തിലുള്ള മറ്റൊരു മൂളലും. കുട്ടി അത് ശ്രദ്ധിക്കുകയായിരുന്നു. കുസൃതിയെന്നോണം അവനും അതൊപ്പിച്ച് മൂളാൻ തുടങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചു, നിന്റെ വീട്ടിലിരുന്നാൽ കൂമൻ മൂളുന്ന ഒച്ച കേക്കോ നീയെ? ഏതോ വിഷാദ സ്വരത്തിൽ അവൻ പറഞ്ഞു, ഇല്ല അച്ഛമ്മേ, ഒന്നും കേക്കില്ല. ടിവിന്റെ ഒച്ച മാത്രമേ കേൾക്കാൻ പറ്റൂ. നല്ല വെള്ളമില്ല, നിലാവുമില്ല, കൂമന്റെ ഒച്ചയേ ഇല്ല. പിന്നെ എന്താടെ ഉള്ളത്? അമ്മ തമാശയോടെ ചോദിച്ചു. അമ്മ മാനസികമായി ഏറെ തയ്യാറെടുത്തിരിക്കുന്നു. മകന്റെ കുട്ടിയോട് അവർ കുശലങ്ങൾ ചോദിക്കുന്നു.
കൂമൻ മൂളുന്നത് കേട്ട് കുട്ടി അത് ഏറ്റുമൂളുന്നു. അവന്റെ വീട്ടിലിരുന്നാൽ ഈ കൂമൻ മൂളുന്ന ഒച്ച കേൾക്കാൻ പറ്റൂ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവിടെ ടിവിയുടെ ഒച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലെന്ന് അവൻ പറയുന്നു. നഗരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് തമാശയായിട്ടാണ് പിന്നെ അവർ സംസാരിക്കുന്നത്. നല്ല വെള്ളവും ഇല്ല, നിലാവുമില്ല, കൂമന്റെ ഒച്ചയുമില്ല. അങ്ങനെയുള്ള നഗരത്തിൽ പിന്നെ എന്താണുള്ളതെന്നാണ് അവർ തമാശയിൽ ചോദിക്കുന്നത്. സമയമേറെ കഴിഞ്ഞപ്പോൾ പൈക്കച്ചവടക്കാരനെ കണ്ട കഥ പറഞ്ഞു തുടങ്ങിയ അമ്മ മീൻ വാങ്ങാൻ വേണ്ടി കോണിക്കൽ നിൽക്കുമ്പോൾ അതുവഴി വന്ന പൈക്കച്ചവടക്കാരൻ ചോദിച്ചു, മൂപ്പര് എങ്ങോട്ട് പോയി? അച്ഛനോട് ഒന്നിച്ച് കുറെ നാൾ കച്ചവടം നടത്തിയിരുന്ന ആളായിരുന്നു അത്. ആ വഴി വന്നാൽ എപ്പോഴും വീട്ടിൽ കയറാതെ പോവുകയുമില്ല. ഇപ്പോൾ നന്നേ തിരക്കിലാണ്, വീട്ടിൽ കയറാൻ സമയമില്ലെന്ന് അയാൾ അറിയിച്ചു. ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, മൂപ്പര് പോയി. മടങ്ങി വന്നാല് മണിയൂരിന്ന് വന്ന ചാത്തുചെട്ടിയാർ അന്വേഷിച്ചെന്ന് പറയണേ. മൂപ്പര് പെരയിലുണ്ടായിരുന്നെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് ഒന്ന് മുറുക്കി പഴയ വർത്താനം പറഞ്ഞു കുറച്ചു നേരം ഇരിക്കായിരുന്നു. ഇപ്പോഴും ഇടയിൽ പോണ ചിലര് വിവരം അറിയാതെ ചോദിക്കും, മൂപ്പരെ ഇങ്ങോട്ട് പോയി? ഞാൻ പറയും പോയിന്ന്. പോയില്ലാന്ന് എനിക്കല്ലേ അറിയൂ. അമ്മ നെടുവീർപ്പിട്ടു. രാത്രി വൈകിയിട്ടും ഉറങ്ങാനുള്ള ഭാവമില്ലായിരുന്നു അമ്മ. മുറിക്കകത്ത് നിന്ന് എന്തെല്ലാമോ എടുത്തു വയ്ക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്നു. എവിടെയെങ്കിലും പോകാൻ പുറപ്പെട്ടാൽ അമ്മ എന്നും ഇങ്ങനെയാണ്. എല്ലാം അതതിന്റെ സ്ഥാനത്ത് കൃത്യമായി അടുക്കി വയ്ക്കും. തൃപ്തിയാകുന്നതുവരെ അമ്മ അത് തുടരും. അല്പം കഴിഞ്ഞപ്പോൾ മകൻ ഓർമ്മിപ്പിച്ചു, ഉറങ്ങിക്കോളൂ അമ്മേ, കാലത്ത് എഴുന്നേറ്റ് പോകേണ്ടതല്ലേ. പുലർച്ചയ്ക്ക് കണാരൻ വരും. താക്കോൽ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നാൽ നേരം പുലർന്നിട്ടും അമ്മ എഴുന്നേൽക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു. കുളക്കരയിലെ കവുങ്ങിൽ നിന്ന് വീണ പഴുക്കടയ്ക്കകൾ പെറുക്കിയെടുത്ത് ഉമ്മറത്ത് വെച്ച് കണാരൻ കാത്തിരിക്കുന്നു. അമ്മേ, എന്തൊരു കിടപ്പായത്, എണീക്കുന്നില്ലേ? അമ്മ അത് കേൾക്കാത്ത ഭാവത്തിൽ എന്തോ ആലോചിച്ചു കിടക്കുന്നു. ഇന്നിനി ബസ് കിട്ടുന്നു തോന്നുന്നില്ല, മകൻ തിടുക്കം കാട്ടി. മകന്റെ അന്വേഷണം വീണ്ടും ഉയർന്നു വന്നപ്പോൾ ഏതോ ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടെന്ന പോലെ അമ്മ ചോദിച്ചു, ഞാൻ എങ്ങനെയാ മോനെ വരുക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാ. ഇന്നലെയും വിളിച്ചു. വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ. സമയമേറെയായിട്ടും അമ്മ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൈക്കച്ചവടക്കാരനെ കണ്ട കഥയും മീൻ വാങ്ങാൻ പോയ കഥയുമൊക്കെ. അവർക്കെല്ലാം അച്ഛനെ നന്നായി അറിയാം. നല്ല പരിചയമാണ് അവർക്കെല്ലാം. അച്ഛന് നല്ലൊരു സുഹൃത് ബന്ധമുണ്ടായിരുന്നുവെന്ന് മകൻ ഓർക്കുന്നു. അച്ഛൻ എവിടെ പോയെന്ന അന്വേഷണത്തിൽ അമ്മ അവരോട് പറയുന്നത് മൂപ്പര് പോയി എന്ന് മാത്രമാണ്. എന്നാൽ അച്ഛൻ എങ്ങോട്ടും പോയില്ല എന്ന കാര്യം തനിക്ക് മാത്രമേ അറിയൂ എന്ന് അമ്മ പിറുപിറുക്കുന്നു. രാത്രി വളരെ വൈകിയിട്ടും അമ്മ കിടന്നില്ല. എന്തൊക്കെയോ അമ്മ പെറുക്കി വയ്ക്കുന്നു. അമ്മ ഇപ്പോഴും അങ്ങനെയാണ്. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എത്ര എടുത്തു വെച്ചാലും അമ്മയ്ക്ക് മതിയാവില്ലായിരുന്നു. എല്ലാം അതതിന്റെ സ്ഥാനത്ത് തന്നെ വയ്ക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ഇന്നും അത് തന്നെ അമ്മ ചെയ്യുന്നത്. എന്നാൽ പിറ്റേന്ന് പോകാനുള്ള സമയമായിട്ടും അമ്മ എഴുന്നേറ്റില്ല. മകൻ അന്വേഷിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛൻ തന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തനിക്ക് വരാൻ പറ്റില്ല. താൻ എങ്ങനെ വരും എന്നാണ് അമ്മ മകനോട് ചോദിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്ക് ഇപ്പോഴും കഴിയുന്നില്ല. അച്ഛന്റെ ഓർമ്മകളിലാണ് അമ്മ ഇപ്പോഴും ജീവിക്കുന്നത്. ആ ഒരു വിളിക്ക് വേണ്ടി അമ്മ കാത്തിരിക്കുകയാണ്. ആ ഒരു വിളി വരുമെന്ന പ്രതീക്ഷയാണ് അമ്മയെ ഇപ്പോഴും ജീവിപ്പിക്കുന്നത്. ദൃഢമായ സ്നേഹബന്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ് അമ്മയുടെ ഈ കാത്തിരിപ്പിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. നന്ദി.